കർണാടകയിലെ നോർത്ത് വെസ്റ്റ് ബാംഗ്ലൂരിലുള്ള രാജഗോപാല നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഡിസംബർ 2, 2025 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ താമസിക്കുന്ന സരസ്വതി എന്ന് പറയുന്ന സ്ത്രീ വീടിന്റെ ഡോറ് തുറന്ന് പുറത്തോട്ട് നോക്കുകയാണ്. അതിനുള്ളൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെരുവ് നായ്ക്കൾ അവിടെ കൂട്ടം കൂടി നിന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ കണ്ട് കുരയ്ക്കുന്നത് പോലെ അവർക്ക് തോന്നി. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സൗണ്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ലളിത പുറത്തോട്ട് വരേണ്ടതാണ്. ലളിത എന്ന് പറയുന്നത് അവരുടെ നൈബറാണ്. 49 വയസ്സായിരുന്നു അവരുടെ പ്രായം. എന്നാൽ ഇന്ന് ലളിതനെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അവർ രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ നേരത്തെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. ജോലിക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു സരസ്വതിയുടെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് രാറ്റ പറഞ്ഞിട്ടൊക്കെയാണ് പോവാറ്. അപ്പോൾ ഇന്ന് അവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു തോട്ടിൽ കൂടിയിട്ടാണ് അവർ നേരെ പുറത്തോട്ട് ഇറങ്ങിയത്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ലളിത എന്തേ എന്നുള്ളതിന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഡോറൊക്കെ ഒന്ന് എത്തി നോക്കിയപ്പോൾ അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ലളിതയുടെ വീട്ടിലോട്ട് നോക്കിയിട്ടായിരുന്നു ഈ തെരുവ് നായ്ക്കൾ കുരയ്ക്കുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ലളിതയുടെ വീടിൻ്റെ അവിടേക്ക് പോയി നോക്കിയപ്പോൾ അവരുടെ ഡോറ് തുറന്ന് കിടക്കുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെ ബാംഗ്ലൂർ പോലുള്ള ഒരു സ്ഥലത്തൊക്കെ ആളുകൾ ഇപ്പോൾ വീടുകളാണെന്നുണ്ടെങ്കിലും ഡോറൊന്നും തുറന്നിടില്ലല്ലോ. അപ്പോൾ എന്താണ് ഇവർ ഡോറ് തുറന്നിട്ടിട്ട്, അതും പുറത്ത് കണ്ടിട്ടില്ല എന്താ സംഭവം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് സരസ്വതി നേരെ ലളിതയുടെ വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അവരങ്ങനെ നേരെ വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ ലളിതയുടെയും അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെയും മകളുടെയും ഒരു ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ നോക്കിയ ഈ ഒരു സരസ്വതി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ച് പോവുകയായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാണുന്ന ഒരു ഫോട്ടോ തന്നെയാണത്. എന്നാൽ അന്നത്തെ ദിവസം ആ ഒരു ഫോട്ടോയുടെ അടുത്തൊക്കെ രക്തത്തുള്ളികൾ കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ എന്തൊക്കെയോ സ്ട്രഗിൾ നടന്നതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലളിതയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ ലളിതയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ വീട് മുഴുവൻ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ദാരുണമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ദേഹം മുഴുവൻ പാടുകളായിട്ട് അനങ്ങാതെ കിടക്കുന്ന ലളിതയായിരുന്നു ഇവർ കണ്ടത്. ഉടനെ തന്നെ അവർ ഓടിച്ചെന്ന് ലളിതയെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കി. മുഖത്തൊക്കെ വെള്ളം കുടഞ്ഞു നോക്കി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ലളിത അപ്പോൾ ജീവനോടില്ല എന്നുള്ളത്. ആ ഒരു ഷോക്കിൽ അവരാകെ ഒരു പകപ്പിൽ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ലളിതയും ഈ സരസ്വതിയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുൻപാണ് ലളിത അങ്ങോട്ട് താമസിക്കാനായിട്ട് വരുന്നതും അതിനുശേഷം ഇവർ പരിചയപ്പെടുന്നതും. പിന്നീട് എന്താ പറയുക, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് TV കാണുക, അതേപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് കൊടുക്കുക, അതേപോലെ തന്നെ എല്ലാ ദിവസവും അവരുടെ ഫാമിലിയുടെ കാര്യവും അതും ഇതൊക്കെ സംസാരിക്കുക. അതായത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരുന്നു അവർ രണ്ടുപേരും. ഈ ഒരു കാര്യം കണ്ടിട്ട് അവർ ആകെപ്പാടെ തകർന്നു പോവുമായിരുന്നു. ആ സമയത്ത് ലളിതയെ കൂടാതെ ആ വീട്ടിലുണ്ടായിരുന്നത് ലക്ഷ്മി നാരായണ എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷ്മി നാരായണയെ അന്വേഷിച്ചിട്ട് നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സരസ്വതി വീട് മുഴുവൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരു ഡോറ്, അതായത് ഒരു റൂമിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുന്നതായിട്ട് കണ്ടു. ആ ഡോറ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വേറൊരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അതായത് തൂങ്ങി നിൽക്കുന്ന ഈ ഒരു നാരായണയായിരുന്നു ആള് കണ്ടത്. ഇതുകൂടെ കണ്ടപ്പോൾ എന്താ പറയുക, മരിച്ചിടക്കുന്ന ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ട് അവർ ആകെപ്പാടെ ഷോക്കായി എന്ത് ചെയ്യുമെന്നറിയാതെ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഓടി വരികയും അതേപോലെ തന്നെ വലിയ വായിൽ ഒച്ച വെക്കുകയും ചെയ്തു. ഇവരുടെ ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് നൈബേഴ്സ് എല്ലാവരും ഓടിക്കൂടുകയായിരുന്നു. അപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ വീട്ടിൽ കയറി നോക്കിയപ്പോഴാണ് ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാഴ്ച കണ്ടത്. ഉടനെ തന്നെ അവർ പോലീസിനും അതേപോലെ തന്നെ ആംബുലൻസിനെയൊക്കെ വിവരമറിയിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ലളിതയുടെയും ലക്ഷ്മി നാരായണയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്? അന്ന് രാത്രി എന്തൊക്കെയാണ് നടന്നത്? ഈ ഒരു കേസ് എങ്ങനെയാണ് പോലീസുകാർ അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ ഒരു ഷോക്കിൽ നിന്ന് റിക്കവറായ സരസ്വതി നേരെ തന്നെ അവരുടെ മകളെ വിവരമറിയുകയായിരുന്നു. 25 വയസ്സായിരുന്നു കേട്ടോ അവർക്ക് പ്രായം. അവർ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു ഫൈനാൻസ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഡെയിലി ബേസിസിൽ പോയി വരാനായിട്ട് ട്രാഫിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അവിടെ അടുത്തൊരു ലേഡീസ് ഹോസ്റ്റലിൽ താമസിച്ചിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, വേഗം വരാൻ പറഞ്ഞിട്ടായിരുന്നു അവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതേപോലെ രണ്ടുപേരും മരിച്ചടക്കണ കാര്യമൊന്നും. ആ ഒരു പെൺകുട്ടി നേരെ വന്ന് കാണുന്ന കാഴ്ച തൻ്റെ വീടിൻ്റെ ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നതായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി നേരെ വീട്ടിലോട്ട് കയറി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് എന്താ പറയുക, കരയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ തല ചുറ്റി വീഴുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ഒന്നാലോചിച്ച് നോക്കിയേ ആ പെൺകുട്ടിയുടെ ഒരു കാര്യം. വീട്ടിലോട്ട് കയറിയ ഒരു പെൺകുട്ടി കണ്ട കാഴ്ച തൻ്റെ 2 പാരൻസും മരിച്ചു കിടക്കുന്നതായിരുന്നു. കാര്യം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നുണ്ടെങ്കിലും എന്താണിത് സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, ആരാണിത് ചെയ്തതെന്നുള്ളത് പ്രോസസ്സ് ചെയ്യാൻ പോലും ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് നാട്ടുകാരും അതേപോലെ തന്നെ ഈ ഒരു സരസ്വതിയൊക്കെ ചോദിക്കുകയാണ്,
ബന്ധുക്കളെ വിവരം അറിയിക്കേണ്ടതെന്നുള്ളത്. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി വേറൊരു കാര്യം പറയുന്നത്. ആ പെൺകുട്ടിക്ക് ബന്ധുക്കളെ കുറിച്ച് ഇങ്ങനെ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ലളിതയുടെ ബന്ധുക്കളെയും ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ ഒരു നാരായണയുടെ ബന്ധുക്കളെ അറിയില്ലായിരുന്നു. സ്വന്തം ഗ്രാൻഡ് പാരൻസിനെയോ ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെയും സിബ്ലിങ്സിനെയോ ആരെയും ആ ഒരു പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. കാര്യം 25 വയസ്സായിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു പെൺകുട്ടിയോട് ഇവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ആളും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, ആ ഒരു പ്രണയത്തിന് എൻ്റെ കുടുംബക്കാരും എതിരായിരുന്നു, ആളുടെ കുടുംബക്കാരും എതിരായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നീ അറിയണ്ട, നീ ഇനിയിപ്പോൾ അതൊക്കെ അന്വേഷിച്ച് പിടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിനക്ക് അവിടെ നിന്ന് നല്ലതൊന്നും കിട്ടൂല, അതുകൊണ്ട് നീ അത് അന്വേഷിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു രീതിയിലായിരുന്നു എപ്പോൾ ആ ഒരു പെൺകുട്ടി പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ റിലേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോഴേതിനും പോലീസും ഫോറൻസിക് ടീമും ഒക്കെ സ്ഥലത്തെത്തിയിട്ടു. അപ്പോൾ ആദ്യ നോട്ടത്തിൽ തന്നെ ഈ ലളിതയെ ആരോ കൊലപ്പെടുത്തിയതാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നാൽ ലക്ഷ്മി നാരായണയുടെ കേസിലാണ് സംശയം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആളെ ആരോ കൊലപ്പെടുത്തിയിട്ട് കെട്ടി തൂക്കിയിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ കെട്ടി തൂങ്ങിയതായിരിക്കും. ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഓട്ടോപ്സി നടക്കണമല്ലോ. അപ്പോൾ അവർ ബോഡിയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷന് ശേഷം റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. ഫോറൻസിക് ടീം ആ ഒരു വീട് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും സസ്പീഷ്യസ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റോ ഫുട് പ്രിൻറ്റോ തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ ആരെങ്കിലും വീട്ടിലോട്ട് അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയപ്പോൾ അത്തരത്തിൽ ആരും ഫോഴ്സ്ഡ് ആയിട്ട് ഒരു എൻട്രി നടത്തിയതിൻ്റെ ലക്ഷണങ്ങളും അവരെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പോലീസുകാർ ലളിതയെക്കുറിച്ചും അതേപോലെ തന്നെ ലക്ഷ്മി നാരായണനെ കുറിച്ചും അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ വീട് മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ രണ്ടുപേരും രണ്ട് നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. അടുത്തതായിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തത് ബോഡി ആദ്യം കണ്ട സരസ്വതി ആയിരുന്നു. അപ്പോൾ തെരുവുനായ്ക്കളുടെ സൗണ്ട് കേട്ടിട്ടാണ് താൻ പുറത്തോട്ട് വന്നതെന്നും അതേപോലെ തന്നെ അന്ന് ലളിതയെ കാണാത്തതിൻ്റെ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയെന്നും പിന്നെ ഡോറ് തുറന്നിറക്കുന്നത് കൊണ്ട് വീട്ടിലോട്ട് കയറി നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പോലീസിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഇവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ എന്നുള്ള കാര്യം അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ കുറച്ചങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു റബ്ബർ ഫാക്ടറിയിലാണ് ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവർ സരസ്വതി പറയുകയായിരുന്നു. അപ്പോൾ ആ ഒരു റബ്ബർ ഫാക്ടറിയിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെക്കുറിച്ചും ഇവരുടെ റിലേറ്റീവ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും എന്നുള്ളൊരു തോട്ടിലാണ് പോലീസുകാർ നേരെ അങ്ങോട്ട് പോയത്. അതേപോലെ തന്നെ ഇവരുടെ വീട് മുഴുവൻ സെർച്ച് ചെയ്തിട്ടും ജസ്റ്റ് ആധാർ കാർഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ മാരേജ് സർട്ടിഫിക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു രേഖകളും കാര്യങ്ങളും ഒന്നും അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യെസ്, ഇവർ ശരിക്കും കല്യാണം കഴിച്ചതാണോ അല്ലാന്നുണ്ടെങ്കിൽ ലിവിങ് ടുഗദർ ആയിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. സരസ്വതിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ വരുന്ന സമയത്ത് ലളിത തൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി നാരായണനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവർ രണ്ടുപേരും ആ ഒരു റബ്ബർ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും തന്നെ ആ ഒരു സരസ്വതിക്കും അറിയായിരുന്നുള്ളൂ, ബാക്കിയുള്ള നൈബേഴ്സിനും അറിയായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം ആവില്ലല്ലോ. അതായത് ലീഗലി ഇവർ മാരീഡ് ആവണമെന്നുണ്ടെങ്കിൽ അവർ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് ഇവരുടെ 25 വയസ്സുള്ള മകളുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് അച്ഛനും അമ്മയും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഇവർ വിവാഹം കഴിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതല്ലാതെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ കൂടെ ആ ഒരു പെൺകുട്ടി പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു ലക്ഷ്മി നാരായണ ആയിരുന്നില്ല ഈ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛൻ. അപ്പോൾ ഈ ഒരു ലളിതയുടെ വിവാഹം കുറേ വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതായിരുന്നു. അതിൽ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടിയാണ് ഈ ഒരു പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ടൈമിൽ ഇവരുടെ ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ മരിക്കുകയായിരുന്നു. അതിനുശേഷം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ബാംഗ്ലൂരോട്ട് എത്തുന്നതും അതേപോലെ തന്നെ ആ ഒരു റബ്ബർ ഫാക്ടറിയിൽ ജോലിക്ക് പോയി തുടങ്ങിയതും. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ശമ്പളം വെച്ചിട്ടായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത്. സോ വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മയുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ഈ ഒരു പെൺകുട്ടി വളർന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്തു, നല്ലൊരു ജോലി കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ലക്ഷ്മി നാരായണയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ റബ്ബർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഈ ലക്ഷ്മി നാരായണ. അവിടെ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്, പിന്നീട് പ്രണയത്തിലാകുന്നതും. അതിനുശേഷമാണ് ഈ ഒരു ലക്ഷ്മി നാരായണയെ ലളിത വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ആദ്യമൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ആൾ വളരെ നല്ല രീതിയിലായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ ഫീസ് കൊടുക്കുക, കാര്യങ്ങൾ ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക, വളരെ സ്നേഹത്തിൽ സ്വന്തം അച്ഛനെ പോലെ തന്നെയായിരുന്നു അയാൾ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. അങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ രണ്ടാനച്ഛൻ എന്നുള്ള ഒരു ഇത് മാറിയിട്ട് സ്വന്തം അച്ഛനെ പോലെ തന്നെ ആ ഒരു പെൺകുട്ടി അയാളെ കാണാനായിട്ട് തുടങ്ങി. കാരണം അയാൾ അതേപോലെയായിരുന്നു പെരുമാറിയിരുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ നേരെ റബ്ബർ ഫാക്ടറിയിലോട്ട് പോലീസുകാർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റബ്ബർ ഫാക്ടറിയിൽ ഏകദേശം 10 വർഷം 15 വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് അറിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു പോലീസുകാർ അങ്ങോട്ട് എത്തിയത്. ലളിതയെക്കുറിച്ച് പോലീസുകാർ അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യമായിരുന്നു. ഒരുപാട് അവൾ അനുഭവിച്ചിട്ടുണ്ട്, അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവൾ ജീവിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന ആ ഒരു സമയം തുടങ്ങിയിട്ട് അത്രയും ഹാർഡായിട്ടുള്ള പണികൾ അവൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഓവർ ടൈം ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, എല്ലാ പണിയും അവൾ ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു മോളുണ്ട്, ആ മകളെ എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ലൊരു നിലക്ക് എത്തിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു ലളിത. അതുപോലെ തന്നെ അവർ കർണാടകയിലെ തുംകുരുവിലാണ് ജനിച്ചു വളർന്നതെന്നും അവിടെ വെച്ചിട്ട് അവരുടെ വിവാഹം കഴിഞ്ഞു, പിന്നെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടെ പോലീസിന് ലഭിക്കുകയാണ്. അടുത്തത് പോലീസുകാർ ഇവരുടെ അടുത്ത് ചോദിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മി നാരായണയെ കുറിച്ചായിരുന്നു. ആളും ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ആൾ ലോജിസ്റ്റിക്സിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ലോജിസ്റ്റിക്സിലൊരു മാനേജറൊക്കെ ആയിട്ട് തുടങ്ങി അതിനുശേഷം അത്യാവശ്യം നല്ലൊരു പൊസിഷനിലൊക്കെ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സാലറി ഒക്കെ ഈ ഒരു ലക്ഷ്മി നാരായണക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ സ്വന്തം നാട് ഹൈദരാബാദ് ആണെന്നും ആളുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ട് വൈഫുമായിട്ടും യാതൊരു ബന്ധവും ഇല്ല, എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ആൾ ഹൈദരാബാദോട് പോയിട്ടുള്ള ആൾ ഇവിടെ തന്നെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടെ പോലീസിന് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ആളും ആളുടെ വൈഫും ഡിവോഴ്സ് ആയോ, ആൾ വേറെ കല്യാണം കഴിച്ചോ തുടങ്ങിയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും അറിയില്ലായിരുന്നു. അപ്പം അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു ലളിതയും ലക്ഷ്മി നാരായണയും തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ വർക്കേഴ്സൊക്കെ ഒന്ന് പരിങ്ങാണ്. നിങ്ങൾക്കിതെങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു രീതിയിലായിരുന്നു പോലീസുകാരുടെ അടുത്ത് അവർ തിരിച്ചു ചോദിച്ചത്. അതായത് ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നെങ്കിൽ വളരെ അടുപ്പുള്ളവരെ പോലെ സംസാരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ലളിത ലഞ്ചും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കുന്നത് കാണാം. ഇവരൊരു പാത്രത്തിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നത് കാണാം. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളത് ആ ഒരു ഫാക്ടറിയിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുകയാണെന്നുള്ളത് ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് അറിയില്ലായിരുന്നു. അതായത് അത്രയും ആളുകളെ ഏകദേശം 10 വർഷത്തോളം അറിയിക്കാതെയായിരുന്നു അവർ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ പോലീസുകാർ ഇവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിത്തരിച്ച് പോവായിരുന്നു. ഇത്രയും കാലം നമ്മളൊക്കെ മണ്ടന്മാരായിരുന്നു എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആ ഒരു സമയത്ത് അവരെത്തിയത്. പോലീസുകാർ നോക്കുമ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും. അപ്പോൾ ഇവർക്ക് വല്ല ശത്രുക്കളുണ്ടോ എന്നുള്ളൊരു ആംഗിളിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും പോലീസുകാരെ അന്വേഷിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പരിശോധിക്കുകയാണ്. എന്നാൽ ഇവർക്ക് അത്തരത്തിലുള്ളൊരു അഫെയർ ഉണ്ടായിരുന്നതായിട്ടും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സരസ്വതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലളിത കരഞ്ഞുകൊണ്ട് സരസ്വതിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഹസ്ബൻഡിനെ തന്നെ എപ്പോഴും സംശയമാണെന്നും തനിക്ക് റബ്ബർ ഫാക്ടറിയിലുള്ള വേറെ ആരൊക്കെയോ ആയിട്ട് അവിഹിതം ഉണ്ട് എന്നുള്ള രീതിയിലാണ് എപ്പോഴും പെരുമാറുന്നതെന്നും എപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തൻ്റെ ഫോൺ എടുത്ത് നോക്കുക, തൻ്റെ സംശയത്തിൻ്റെ പേരിൽ അതും ഇതും പറയുക, അങ്ങനെ ആകെ തല്ലുക, ആകെ വൻ വിഷയമാണെന്നും താൻ ഇത്രയും കാലം വേറൊരാളെ വേറൊരു രീതിയിൽ നോക്കിയിട്ട് പോലുമില്ല, അങ്ങനെയുള്ളൊരു ചിന്ത പോലും എനിക്കില്ല, ഇപ്പം ഇത്രയും പ്രായമായി, ഇത്രയും പ്രായമുള്ള മോളും ഉണ്ട്, എന്നിട്ട് എനിക്കിതിൻ്റെ പണിയാണോ എന്നൊക്കെ ചോദിച്ചെങ്കിലായിട്ടായിരുന്നു ആ ഒരു സ്ത്രീ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ കരഞ്ഞിട്ടുണ്ടായത്. അടുത്തതായിട്ട് ലളിതയുടെ മകളുടെ അടുത്ത് വീട്ടിലെന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആ പെൺകുട്ടിയും പോലീസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാണ്. അതായത് വീട്ടിൽ ഇതേപോലെ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് അടിയാണെന്നും ഈ ഒരു അടിയുടെ പ്രശ്നം സംശയമാണെന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടി കൺഫേം ചെയ്തു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഈ ലക്ഷ്മി നാരായണൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് നിങ്ങൾ ഇഷ്ടമായത് കൊണ്ടല്ലേ നിങ്ങളുടെ കൂടെ താമസിക്കുന്നത്, അമ്മയ്ക്ക് ഇത്രയും കാലമായിട്ട് വേറൊരു ബന്ധമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളെന്താണ് അമ്മയെ ഇപ്പോഴും സംശയിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. നിനക്ക് വേണ്ടുന്നെല്ലാം ഞാൻ ചെയ്തു തരുന്നില്ലേ, ഇത്രയും കാലമായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നിനക്ക് നിൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്, അല്ലാണ്ട് അതിലൊന്നും യാതൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ലല്ലോ, നിന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്, ഇനി എപ്പോഴും ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ ആയിരിക്കും കാണുക, പക്ഷേ ഇത് ഞാൻ എൻ്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള പ്രശ്നമാണ്, അതിൽ നീ ഇടപെടണ്ട എന്നുള്ളൊരു കാര്യം അയാൾ തീർത്ത് പറഞ്ഞതായിട്ടും ആ ഒരു പെൺകുട്ടി പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്.
അതിൻ്റെ ഇടയിൽ തന്നെ പോലീസുകാർ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിവാഹവും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായതായിട്ട് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു വീട്ടിലോട്ട് അവർ മൂവ് ചെയ്ത ടൈമിൽ വിവാഹം കഴിച്ചു എന്നുള്ളത് മകളുടെ അടുത്തും അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും അവർ ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ അന്നത്തെ ദിവസം അവിടെ എന്തൊക്കെയായിരിക്കാം സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസിന് ഒരു ധാരണ ലഭിക്കുകയാണ്. അതായത് അന്നത്തെ ദിവസം നല്ല രീതിയിലുള്ള സ്ട്രഗിൾ ആ ഒരു വീട്ടിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു ലളിതയ്ക്ക് നല്ല രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ദേഹത്ത് പല സ്ഥലത്തും പാടുകളുണ്ട്, പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ എന്തോ ഒരു തുണി പോലുള്ള എന്തോ സംഭവം വെച്ചിങ്ങനെ കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു സാരിയിൽ ഇയാൾ കെട്ടിത്തൂങ്ങി തന്നെയായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാൾ ആത്മഹത്യ ചെയ്തതായിരുന്നു. അപ്പോൾ പോലീസുകാർ ഫോറൻസിക് ടീമൊക്കെ പരിശോധിച്ച സമയത്ത് ആ സാരിയിൽ നിന്നും ഈ സ്ത്രീയുടെ DNA സാമ്പിൾസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. സോ അതേ സാരി തന്നെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നും അതിനുശേഷം ഭാര്യയെ കൊലപ്പെടുത്തിയതിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഗേൾഫ്രണ്ടിനെ കൊലപ്പെടുത്തിയതിൻ്റെ ദുഃഖം സഹിക്കാൻ പറ്റാതെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്തതിൻ്റെയോ താൻ എന്താണെന്നറിയില്ല, അതിനുശേഷം അയാളും ആത്മഹത്യ ചെയ്തതും അതേ സാരി ഉപയോഗിച്ച് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി നാരായണയാണ് ഈ ഒരു ലളിതയെ കൊന്നതെന്നുള്ളതിന് 100% ഉറപ്പിക്കാനായിട്ട് അവർ വീണ്ടും തെളിവുകൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു CCTV ക്യാമറ പുറത്തുള്ള ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ആ ഒരു ക്യാമറയിലത്തെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവരുടെ വീട്ടിലോട്ട് വേറെ ആരും വന്നിട്ടുമില്ല, ആ ഒരു വീട്ടിൽ നിന്ന് വേറെ ആരും പോയിട്ടുമില്ല എന്നുള്ളതും പോലീസിന് തീർച്ചയാവുകയാണ്. അതുപോലെ തന്നെ പോലീസുകാർ നോക്കിയപ്പോൾ ഡിസംബർ 1 രാത്രി ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ സമയത്തായിരുന്നു ലളിത മരിച്ചിട്ടുണ്ടായിരുന്നത് ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച്. അതുപോലെ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഡിസംബർ 1 രാത്രി ഒരു 9 മണിക്ക് ശേഷമായിരുന്നു ലളിത മരിച്ചിട്ടുണ്ടായത്. അതും കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു ലക്ഷ്മി നാരായണയും മരിച്ചിട്ടുണ്ടായത്. പിന്നെ ഇവരുടെ ബോഡി കണ്ടെത്തുന്നത് പിറ്റേ ദിവസം, അതായത് ഡിസംബർ 2-ാം തീയതി രാവിലെ 8 മണി ടൈമിലാണ്. സരസ്വതി എന്ന് പറയുന്ന നൈബറാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ലക്ഷ്മി നാരായണ ഓൾറെഡി തങ്ങളുടെ ബോഡി പെട്ടെന്ന് തന്നെ ആളുകൾ കണ്ടെത്തണം എന്നുള്ളൊരു തോട്ടിലായിരിക്കാം വീടിൻ്റെ ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. ഇനിയിപ്പോൾ ആളുകൾ ഡോറൊക്കെ പൊളിച്ച് ബുദ്ധിമുട്ടണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആളുകൾ പിന്നെ പൊളിച്ച് അകത്തോട്ട് കയറണ്ട എന്നുള്ളൊരു തോട്ട് ആൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ മകള് ഒരു ദിവസം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, ഡോറൊക്കെ പൊളിച്ച് അകത്ത് കയറാന്നുണ്ടെങ്കിൽ. ചിലപ്പോൾ ആ ഒരു തോട്ടൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കാം ആൾ ഡോറ് തുറന്നിട്ടിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. അതേപോലെ തന്നെ ഈ ഒരു ലക്ഷ്മി നാരായണ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു പൊസസീവ്നെസ് കൂടി അതൊരു ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ടെത്തി. ഫുള്ള് സംശയം തോന്നി മാനസികമായിട്ടുള്ള ആ ഒരു നല്ല തെറ്റുന്നൊരു സിറ്റുവേഷനിലോട്ട് ആളെത്തിയിട്ട് അത്രത്തോളം ആ ഒരു സംശയത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും പുറത്ത് ആകെ ഭ്രാന്തായ ഒരു സിറ്റുവേഷനിലായിരിക്കും ആളിങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു സൈക്യാട്രിസ്റ്റ് എത്തിയത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും യാതൊരു തെറ്റും ചെയ്യാത്ത ലളിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആയിരുന്നു ഈ ഒരു ലക്ഷ്മി നാരായണ കൊലപ്പെടുത്തിയത്. അതിനുശേഷം അയാളും ആത്മഹത്യ ചെയ്തു. ആ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് കഷ്ടം. അവർക്ക് പറയാനായിട്ട് വേറൊരു റിലേറ്റീവ്സും ഇല്ല, ആരുമില്ല. ആകപ്പാടുണ്ടായിരുന്നത് ഈ ഒരു അച്ഛനും അമ്മയാണ്. ഇവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവുകയും ചെയ്തു. എന്തായിരിക്കുമല്ലേ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ? ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് അനാഥയായി ഒരു പെൺകുട്ടി, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.